നിഞ്ച വേൾഡിനെ തന്നെ വിറപ്പിച്ച വില്ലന്മാർ. അവരൊരു വാർ തന്നെ ഒറ്റയ്ക്ക് നടത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, ദി അക്കാട്സുക്കി. ഓ ഹായോ ഗൈസ്, ഇന്നത്തെ എക്സ്പ്ലനേഷൻ നമ്മളിന്ന് അക്കാട്സുക്കിയെ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ നോട്ടബിളായിട്ട് 70s മെമ്പേഴ്സാണ് വരുന്നത്. പക്ഷേ നമ്മൾ എടുക്കുന്നത് ആകെ 10 പേരെ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം അതിൽ സാസ്കെ, ഒറോച്ചിമാറു പോലെയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ എടുക്കുന്നില്ല. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്പർ 10 ബ്ലാക്ക് സെറ്റ്സു. ഒരു ഉഗ്രൻ മാനിപ്പുലേറ്ററാണ്, കൂടാതെ തന്നെ ഉഗ്രൻ സ്പൈ ആണ്. ബട്ട് 1-on-1 ഫൈറ്റിൽ പുള്ളി ഒന്നുമല്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. സോ നെക്സ്റ്റിലേക്ക് കിടക്കാം. നമ്പർ 9 ഹിഡാൻ. ഇമ്മോർട്ടലാണ്, ബട്ട് ഒരു ട്രിക്ക് മാത്രമേ പുള്ളി കയ്യിലുള്ളൂ. അതാണ് പുള്ളിയുടെ ജാഷിൻ റിച്വൽ. അത് വർക്കായില്ലെങ്കിൽ പുള്ളി ഒരു വേസ്റ്റാണ്. സീരീസിൽ തന്നെ നമുക്ക് ആസമ സട്ടോബി പുള്ളിയുടെ കഴുത്ത് കട്ട് ചെയ്തിരുന്നത് കാണാൻ സാധിക്കും. കൂടാതെ തന്നെ ഷിക്കമാർ പുള്ളിയെ എങ്ങനെ ഡിഫീറ്റ് ചെയ്തതെന്നും നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് നമ്പർ 8 സാസോരി. ഒരു ഉഗ്രൻ പപ്പൻ മാസ്റ്ററാണ്. 3rd കാസുകാകയെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ 100 പപ്പറ്റ്സും കയ്യിലുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഗ്രാനിച്ചിയും സാക്കുറയും കൂടി പുള്ളിയെ എങ്ങനെ ഡിഫീറ്റ് ചെയ്തതെന്ന് നമുക്ക് കാണും. കൂടാതെ തന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് വേറെ ലെവലായതുകൊണ്ട് പുള്ളി 8ാം സ്ഥാനത്ത് വരുന്നു. നെക്സ്റ്റ് നമ്പർ 7 ദൈതാര. ആർട്ടിസൻ എക്സ്പ്ലോഷൻ. ഒരു വില്ലേജ് വരെ ബോംബിട്ട് തകർക്കാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടർ. കൂടാതെ തന്നെ സാസ്കയെ നിയർലി കില്ല് ചെയ്ത ക്യാരക്ടറാണ് നമ്മുടെ ദൈതാര. കൂടാതെ തന്നെ ഗാറയെ ക്യാപ്ചർ ചെയ്തതും നമ്മുടെ ദൈതാരയാണ്. നെക്സ്റ്റ് നമ്പർ 6 കാക്കുസു. 5 ഹേർട്സിലുള്ള ഒരു ക്യാരക്ടർ. കൂടാതെ തന്നെ ആശ്രാമരത്ത് ഫൈറ്റ് ചെയ്ത് ആ ഫൈറ്റ് സർവൈവ് ചെയ്തൊരു ക്യാരക്ടർ. കൂടാതെ തന്നെ നമ്മുടെ നരൂട്ടോയുടെ റാസൻ ചുരുക്കാൻ പുള്ളി ടാങ്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് നല്ലോണം ഇഞ്ചറി പറ്റിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പുള്ളി മരിച്ചിട്ടില്ല. സോ അതുകൊണ്ടാണ് പുള്ളി നമ്പർ 6 വരുന്നത്. നെക്സ്റ്റ് ടോപ്പ് 5 കോണാൻ. പ്രിപ്പറേഷൻ ടൈം ഉണ്ടെങ്കിൽ ഡേഞ്ചർ സൈഡിലൊരു ഫൈറ്ററാണ് കോണാൻ. നമ്മുടെ ഒബിറ്റോയെ തന്നെ 600 ബില്യൺ പേപ്പർ ബോംബ് വെച്ച് നിയർലി കില്ല് ചെയ്തൊരു ക്യാരക്ടറാണ് കോണാൻ. പക്ഷേ പ്രിപ്പറേഷൻ ടൈം ഇല്ലെങ്കിൽ കോണാൻ വീക്കാണ്. അതുകൊണ്ടാണ് കോണാൻ ടോപ്പ് 5-ൽ 5 നമ്പറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പ് 4 കിസാമെ പൊസിഗാക്കി. ടെയിലില്ലാത്ത ടെയിൽ ബീച്ച്. സമഹയുടെ ബേഡ് വീൽഡ് ചെയ്യുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ആൾമോസ്റ്റ് നമ്മുടെ കില്ലർ ബിയെ കൊന്ന ഒരു ക്യാരക്ടർ. ബട്ട് നമ്മുടെ മൈറ്റ് ഗൈ പുള്ളിയെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ മൈറ്റ് ഗൈ നല്ലൊരു പവർഫുൾ ക്യാരക്ടറാണ്. ബട്ട് സ്റ്റിൽ കിസാമയെക്കാളും പവർഫുൾ ആണ് ഈ ടോപ്പ് 3-ൽ വരുന്ന ക്യാരക്ടേഴ്സ്. നെക്സ്റ്റ് നമ്പർ 3 വേറെ ആരുമല്ല, ഇറ്റാച്ചി ഉച്ച. ലിറ്ററൽ ജീനിയസ്. സൂസനോ, അമാത്രാസു, സുക്കിയോമി, മാങ്കക്കി ശരിങ്കൻ പോലെയുള്ള അബിലിറ്റീസ്. സ്വന്തം കാലത്തിനെ ഫിനിഷ് ചെയ്ത ഒരു ക്യാരക്ടർ. കൂടാതെ തന്നെ എഡോ ടെൻഷനിൽ നിന്നുകൊണ്ട് നമ്മുടെ നഗാറ്റോയെ പുള്ളി ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ കാബൂട്ടോയെ ഇസനാമിയിൽ ട്രാപ്പ് ചെയ്യാനും പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്പർ 2 പെയിൻ. 6 പാർട്സ് ഓഫ് പെയിൻ, ഷിൻറോ ടെൻസെ, ഷിബാക്കു ടെൻസെ, സമ്മണിങ്, 6 ബോഡീസ്. ഇതൊന്നും കൂടാതെ തന്നെ നരകാപാത്തടക്കം വരുന്നൊരു ക്യാരക്ടറാണ് നമ്മുടെ പെയിൻ. നമ്മുടെ ലീഫ് വില്ലേജ് തന്നെ ഡിസ്ട്രോയ് ചെയ്തൊരു ക്യാരക്ടറാണ് പെയിൻ. അതുകൊണ്ടാണ് പുള്ളി നമ്പർ 2-ൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരിക്കും, കാരണം ഇറ്റാച്ചി പുള്ളിയെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. അത് നമുക്ക് എൻഡിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് ടോപ്പ് 1 ഒബിറ്റോ ഉച്ചിയ. 14ാം വയസ്സിൽ തന്നെ മിനാറ്റോക്കെതിരെ നല്ലൊരു ഫൈറ്റ് കൊടുത്തൊരു ക്യാരക്ടർ. ആൾമോസ്റ്റ് ലീഫ് വില്ലേജിന് ഡിസ്ട്രോയ് ചെയ്തൊരു ക്യാരക്ടർ. കൂടാതെ തന്നെ കാമുയി പോലെയുള്ള ഒരു ബ്രോക്കൺ അബിലിറ്റിയും ടെൻറ്റൈൽസിനെ അബ്സോർബ് ചെയ്തതുമായിട്ടുള്ള പവേഴ്സ്. ഇതൊന്നും കൂടാതെ തന്നെ നമ്മുടെ 4th ഗ്രേഡ് നിഞ്ചാവാൻ ആൾമോസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയത് നമ്മുടെ ഒബിറ്റോ ആണ്. സോ അതാണ് എൻ്റെ റാങ്കിങ്. ടോപ്പ് 1-ൽ വരുന്നത് ഒബിറ്റോ ആണ്. സോ നമുക്ക് നമ്മുടെ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് ഇറ്റാച്ചി ടോപ്പ് 3-ൽ വന്നതും നമ്മുടെ പെയിൻ 2ാം സ്ഥാനത്ത് വന്നതും? അതിന് കാരണം ഇറ്റാച്ചി ഡിഫീറ്റ് ചെയ്തത് നഗാറ്റോയാണ്. നഗാറ്റോ എന്നാണ് പെയിൻ. ബട്ട് പെയിൻ എന്ന് പറയുമ്പോൾ 6 ബോഡീസ് വരും, ഷിബാക്കു ടെൻസെ വരും, ഷിൻറോ ടെൻസെ വരും, കൂടാതെ തന്നെ റിനഗൺ അബിലിറ്റീസ് വരും, സമ്മണി വിങ് വരും, നരകാപാത്തും വരും. നമ്മുടെ ഇറ്റാച്ചി നഗാറ്റോ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ബട്ട് എഡോ ടെൻസയിലായിരുന്നു. പുള്ളി നമ്മുടെ ഇറ്റാച്ചി ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും പുള്ളിക്ക് പെയിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നരകാപാത്തം ഉള്ളിടത്തോളം വീണ്ടും വീണ്ടും നമ്മുടെ പെയിൻ വന്നുകൊണ്ടേയിരിക്കും. അത്ര നേരം നമ്മുടെ ഇറ്റാച്ചിക്ക് സുസാനയെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം പുള്ളിക്ക് നല്ലവണ്ണം രോഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇറ്റാച്ചി 3ാം സ്ഥാനത്ത് വന്നതും പെയിൻ 2ാം സ്ഥാനത്ത് വന്നതും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടാതെ തന്നെ ഇവരാണ് ഈ വീഡിയോ സജസ്റ്റ് ചെയ്തത് കേട്ടോ. സോ കുഡോസ് ചെയ്ത. സോ താങ്ക് യു ഫോർ വാച്ചിങ്.